ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. രോഗപ്രതിരോധത്തിലും രോഗവിമുക്തിയിലും ചിരിക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്നു. ഇതേപ്പറ്റി ഗവേഷണങ്ങൾ നടത്തുന്ന പല യൂണിവേഴ്സിറ്റികളുമുണ്ട്. നർമ്മവും ചിരിയും മനസ്സിനെ സ്വാധീനിക്കുന്ന വികാരമെന്ന് സമ്മതിക്കും. എന്നാൽ അത് ശാരീരികമായ സ്വസ്ഥതയ്ക്ക് എപ്രകാരം കാരണമാകും എന്നാണ് ചോദിച്ചു പോവുക. ഒരു സംഭവം ഇങ്ങനെയാണ്. ജൂലി എന്ന വനിതയ്ക്ക് ഡയബറ്റിസ് മൂർച്ഛിച്ച് കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഒരു ദിവസം അവൾ റെസ്റ്റോറൻറ്റിൽ കുടുംബാംഗങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാനെത്തി. ഭക്ഷണമേശയുടെ അടുക്കലേക്ക് കസേര നീക്കുവാൻ അവൾ ശ്രമിച്ചു. നീക്കി മുറിയുടെ ഒരറ്റത്തോളമെത്തി. മറ്റുള്ളവരൊക്കെ അവളുടെ നീക്കത്തെ നിരീക്ഷിക്കുകയായിരുന്നു. അവസാനം അവൾ മറ്റൊരു മേശയുടെ അടുക്കലെത്തി. ഞങ്ങളുടെ കൂടെ ചേരുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് ആ മേശയുടെ മുൻപിലുള്ളവർ പറഞ്ഞപ്പോൾ ജൂലിക്ക് പിണഞ്ഞ അബദ്ധം ബോധ്യമായി. അപ്പോൾ അവൾ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. ആ ചിരി അവിടെ ഇരുന്നവരെ മുഴുവൻ ബാധിച്ചു. അനിയന്ത്രിതമായ അവളുടെ ചിരി ഏതാനും മിനിറ്റിലേക്ക് നീണ്ടുനിന്നു. അത് കഴിഞ്ഞപ്പോൾ ഏറെക്കാലമായി അന്ധത ബാധിച്ചിരുന്ന അവൾക്ക് കാഴ്ച വീണ്ടെടുക്കുവാൻ കഴിഞ്ഞു. അത് ഒരു അത്ഭുത പ്രതിഭാസമായി മാത്രമേ ഗണിക്കുവാൻ കഴിയൂ. ഉറക്കച്ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രാസഘടനയിൽ പല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി കണ്ടുപിടിച്ചിട്ടുണ്ട്. കോർട്ടിസോളിൻ്റെ അളവ് ഗണ്യമായി കുറയുകയും രോഗപ്രതിരോധത്തിനുള്ള ആൻറ്റിബോഡീസ് വർദ്ധിക്കുകയും ചെയ്യുന്നു എന്ന് ഡോക്ടർ ബേർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മനഃശാസ്ത്രജ്ഞനായ ഡോൺ പവൽ പറയുന്നു, ചിരിക്ക് വളരെ ഔഷധ മൂല്യമുണ്ട്. മാനസിക സംഘർഷം കൊണ്ട് അസ്വസ്ഥരാകുന്ന രോഗികൾക്ക് ചിരിക്കുവാനുള്ള അവസരങ്ങൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. ശാരീരികവും മാനസികവുമായ ദഹനത്തെ അത് സഹായിക്കും. രക്തസമ്മർദ്ദം കുറയ്ക്കും. മാത്രമല്ല പേശികളുടെ പിരിമുറുക്കം കുറയ്ക്കുകയും ചെയ്യും. ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അക്കമിട്ട് മറ്റൊരു രേഖയിൽ ഇങ്ങനെ പരാമർശിക്കുന്നു. രോഗപ്രതിരോധ ശക്തിയുള്ള കോശങ്ങൾ വർദ്ധിക്കുന്നു. വൈറസുകളെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള കോശങ്ങൾ സുസജ്ജമാകുന്നു. ഇങ്ങനെ പലതും ചിരി മുഖാന്തരം സാധ്യമാകുന്നു. സാധാരണ സംഭവമായ ചിരിക്ക് ഇത്രയധികം രോഗപ്രതിരോധ സാധ്യതയുണ്ടെന്നുള്ളത് അത്ഭുതകരമായ ഒന്നായിട്ട് വേണം കരുതാൻ. ചിരി മനുഷ്യർക്ക് ദൈവം നൽകിയ വലിയൊരു വരദാനമാണ്. മറ്റു മൃഗജാലങ്ങൾക്കൊന്നുമില്ലാത്ത ഈ കഴിവ് എത്ര വലിയൊരു അനുഗ്രഹമാണെന്ന് നമ്മെല്ലായ്പ്പോഴും ഓർക്കണം. ആരോഗ്യ സംരക്ഷണത്തിന് തന്നെ ഉതകുന്ന ഒരു സിദ്ധിയായി ദൈവം വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ചിരിക്കാൻ ഒരുമ്പെടാത്ത ചില വ്യക്തികൾ സമൂഹത്തിലുണ്ട്. ലോകത്തിൻ്റെ ദുഃഖഭാരമെല്ലാം കനീഭവിച്ച് അവരിൽ കുടികൊള്ളുന്ന ഭാവമാണ് മുഖത്ത് പ്രകടമാകുന്നത്. ചിലർ ധരിച്ചിട്ടുള്ളത് ഭക്തിയുമായി നിരക്കാത്തതാണ് ചിരി എന്നാണ്. വിഷാദ രോഗിയെപ്പോലെ പ്രത്യക്ഷപ്പെടുന്നതാണ് ഭക്തിയുടെ ലക്ഷണമെന്ന് അവർ കരുതുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ആനന്ദദായകമാണ്. ഈശ്വരൻ തന്നെ ആനന്ദമൂർത്തിയാണ്. നിഷ്കളങ്കതയിലുള്ള ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞു തുളവും. ശിശുക്കൾ ഉറക്കത്തിൽ പോലും ചിരിക്കുന്നതായി നാം കണ്ടിട്ടുണ്ട്. മനസ്സിൽ കാകോളം വന്ന് നിറയുമ്പോഴാണ് ചിരിക്കാൻ കഴിയാതെ മൂടിക്കെട്ടിയ മുഖവുമായി നടക്കുന്നത്. ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനും ചിരി സഹായകമാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത് നാം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ജ്ഞാനിയായ സോളമൻ ഇങ്ങനെയാണ് സാക്ഷിക്കുന്നത്: സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ്. ചിരിയും നർമ്മവും നമ്മുടെ തലച്ചോറിലേക്ക് എൻഡോർഫിൻസ് പ്രദാനം ചെയ്യുന്നത് കൊണ്ട് ഉന്മേഷവും സ്വസ്ഥതയും അനുഭവപ്പെടുന്നു. ഫലിതപ്രിയരുടെ സാന്നിധ്യം ഉന്മേഷദായകമാകും എന്നുള്ളതുകൊണ്ടാണ് രാജസദസ്സുകളിൽ വിദൂഷകന്മാരെ സംരക്ഷിച്ചിരുന്നത്. പിരിമുറുക്കം നിറഞ്ഞ മനസ്സും ആകുലത മാറ്റിയ ഹൃദയവുമായി നടക്കുന്നതിന് പകരം നർമ്മത്തിൻ്റെ കുളിർമയിൽ ഹൃദയം തുറന്ന് ചിരിക്കുവാൻ നാം എല്ലായ്പ്പോഴും ശ്രമിക്കണം. അതിന് ഉതകുന്നതായ ചിത്രങ്ങൾ കാണുന്നതും രചനകൾ വായിക്കുന്നതും ഏറെ സഹായകരമാണ്. ഏതായാലും ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ വലിയ വരദാനം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വ്യത്യസ്ത വികാരങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവെ, എല്ലായ്പ്പോഴും സന്തോഷിപ്പാനും കർത്താവെ ദൈവസന്നിധിയിൽ പ്രസാദത്തോടെ ഇരിപ്പാനും തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. കർത്താവെ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള തിരക്കുകളുടെ മധ്യത്തിൽ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പിരിമുറുക്കങ്ങളുടെ മധ്യത്തിൽ, എല്ലാ വേളയിലും കർത്താവെ ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ വചനത്തിലൂടെ ഞങ്ങളെ ധന്യരാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.